വിദ്യാഭ്യാസമില്ലാത്തവന്റെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. വിദ്യാഭ്യാസമില്ലാത്തവന്റെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ദീർഘവീക്ഷണമില്ലാത്ത പാർട്ടിയാണ് ലീഗെന്ന് ആരെങ്കിലും ധരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ, അല്ല, ഇത് വിവരമുള്ളവന്റെ പാർട്ടിയാണ്, വിദ്യാഭ്യാസമുള്ളവന്റെ പാർട്ടിയാണ്, ദീർഘവീക്ഷണമുള്ള പാർട്ടിയാണ്. പാലക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഹൈദരലി ശിഹാബ് തങ്ങളുടെ പച്ചപ്പട്ടാളമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇത് ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ പാർട്ടി ഒന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലല്ലാരും മുസ്ലിം ലീഗ് ഒന്നും ഇങ്ങനെ ഇല്ലാതായി കാണും. എത്ര ആൾക്കാരാ പ്രാർത്ഥിക്കുന്നു, എത്ര ആൾക്കാരെ നേർച്ച നേരിടുന്നു. എന്തിനാ പറയുന്നത്? ഈ പാർട്ടിയെ കൊണ്ട് എന്ത് ഭവിഷ്യത്താണ് ഉണ്ടായിട്ടുള്ളത്? ഈ പാർട്ടി സമൂഹത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ ചെയ്ത പാർട്ടിയല്ലേ? അതല്ല ഞങ്ങളൊക്കെ ഈ വേദിയിൽ വന്നിരിക്കുന്നത്. എനിക്കറിയാം, ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാനൊരു ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ബഹുമാനപ്പെട്ട ഫൈസൽ ബാബു എത്തിക്കഴിഞ്ഞു. ഞാനൊരു ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഞാനൊരു ഹിന്ദുവാണ്. ഞാനൊരു ഹിന്ദുവായതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഞാനൊരു പട്ടികജാതിക്കാരനാണ്. ഞാനൊരു പട്ടികജാതിക്കാരനായതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ്. ഞാനൊരു മുസ്ലിം ലീഗുകാരനായതിൽ ഞാൻ ആത്മാഭിമാനം കൊള്ളുകയാണെന്ന് പറഞ്ഞത് ലീഗ് രാഷ്ട്രീയം പഠിച്ചതുകൊണ്ടാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആളുകൾ ഈ രാജ്യത്തുണ്ട്. ആര്? മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തിൽ യാതന അനുഭവിക്കുന്ന ജനവിഭാഗം, ഈ രാജ്യത്ത് വേദന അനുഭവിക്കുന്ന ജനവിഭാഗം, ഈ രാജ്യത്തിലെ ദളിത് സമുദായം എന്ന് പറയുന്ന സമുദായം ഈ രാജ്യത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഈ പാർട്ടി ഇവിടെ ഉണ്ടാവണം. ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണം. ഈ പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം എല്ലാവരും, സാമുദായിക സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ, ഏറെ ഇന്നലെ കണ്ടായിട്ടത് ഓലൊക്കെ പേരെന്ന് പറയാൻ അർപ്പാ. ഇന്നലെ ഉണ്ടായ ചില കുബുദ്ധികളൊക്കെ വന്ന് പറയാ മുസ്ലിം ലീഗ് പിരിച്ചിടണമേ, ഓലൊക്കെ ഔദാര്യം വാങ്ങിയിട്ടല്ലേ ഇത് ഉണ്ടാക്കിയത്, ഓലൊക്കെ പറയുമ്പോൾ പിരിച്ചുവിടാൻ, ഓലോടൊക്കെ അനുഗ്രഹം വാങ്ങിയിട്ടല്ലേ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. മുസ്ലിം ലീഗ് നല്ല സുഖത്തിലുണ്ടായ പാർട്ടിയൊന്നുമല്ല. 1948 മാർച്ച് മാസം 10-ാം തീയതി മദിരാശിലെ രാജാജി ഹാളിൽ വെച്ച് ഖായിദെ-മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് ഈ പാർട്ടിക്ക് രൂപം കൊടുത്തത്. ഈ പാർട്ടിക്ക് രൂപം കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ മുസ്ലിം ലീഗിൽ അംഗത്വമെടുക്കാനാണ് വന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു രാഷ്ട്രപതിയാകണമെന്ന് ആഗ്രഹമുണ്ടായിക്കൂടാ. നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ടായിക്കൂടാ. നിങ്ങളുടെ മനസ്സിൽ ഒരു കേന്ദ്രമന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ടായിക്കൂടാ. നിങ്ങളുടെ മനസ്സിൽ ഒരു ത്രിതല പഞ്ചായത്ത് മെമ്പറാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അംഗത്വമെടുക്കരുത് എന്ന് പറഞ്ഞത് ആരാണ്? ഖായിദെ-മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ. ഞങ്ങളിത് ഉണ്ടാക്കുമ്പോ MLA ആവും, മന്ത്രിയാവും, കേന്ദ്രമന്ത്രിയാവും എന്ന് വിചാരിച്ചുണ്ടാക്കിയതൊന്നുമല്ല. ഈ രാജ്യത്തിന് മതന്യൂനപക്ഷങ്ങളായ മുസ്ലിം ജനവിഭാഗങ്ങൾ, ഈ രാജ്യത്തിൽ യാതനയും വേദനയും അനുഭവിക്കുന്ന പട്ടികജാതി ദളിത് ജനവിഭാഗങ്ങൾ ഒരേ തൂവൽ പക്ഷികളാ. ഇവിടുത്തെ 4 മുസ്ലിങ്ങൾ ഗൾഫിൽ പോയി 10 രൂപയുണ്ടാക്കി വളരെ അഭിമാനത്തോടുകൂടി ജീവിക്കുന്നു. ഇവിടുത്തെ ചില പട്ടികജാതിക്കാർ അവരുമായി ചേർന്നുകൊണ്ട് വളരെ മോശമല്ലാത്ത രീതിയിൽ അങ്ങനെ ജീവിക്കുന്നു. ഇതൊന്നുമല്ല ഇന്ത്യയുടെ ചിത്രം. നമ്മുടെ ദേശീയ വൈസ് പ്രസിഡന്റ് പറയും ഇന്ത്യയുടെ ചിത്രം. ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്. ഡൽഹിയിൽ മുസ്ലിം ലീഗിന്റെ ധർണയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോ ഡൽഹിയിലെ ചിത്രങ്ങൾ കാണണം. ഡൽഹിയിൽ താജ്മഹലും കുത്തബ് മീനാറും ഒന്ന് കണ്ട് സുഖിച്ചു പോരുന്ന സഖാക്കന്മാരെ കൊണ്ടല്ലേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്ത് വേദനയും യാതനയും അനുഭവിക്കുന്ന 2 സമുദായമാണ് മുസ്ലിം ജനവിഭാഗവും ദളിത് ജനവിഭാഗവും. ഈ ജനവിഭാഗത്തെ ഈ രാജ്യത്ത് അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കുവാൻ, ഇവിടെ പിറന്നു വീണ ഞങ്ങൾക്ക് ഇവിടെ തന്നെ മരിക്കുവാനുള്ള അഭിമാനകരമായ അസ്തിത്വമുണ്ടല്ലോ, അത് കാത്തു സൂക്ഷിക്കാനാണ് മുസ്ലിം ലീഗ്. എന്നിട്ട് എന്താ പറയുന്നത്? ചില മന്ത്രിമാര് പറയാ, നിങ്ങൾ എവിടെ പോണം? പാകിസ്ഥാനിൽ പോകണം. നിങ്ങളെ തറവാട്ട് വക സ്വത്തിലെ ഞങ്ങൾ കുത്തിരിക്കുന്നത്. നിങ്ങൾ പാകിസ്ഥാനിൽ പോകണം എന്ന് പറയാം BJP-ക്കാർ പറയാ. അല്ലെങ്കിലോ അറബിക്കടലിലേക്ക്. ഇവര് പറഞ്ഞിട്ട് ഈ അറബിക്കടലിൽ പറഞ്ഞ ഇവര് മാത്രം ആ മുസ്ലിങ്ങളായിട്ട് ഒഴിക്കട്ടളാണ്. അല്ലെ പട്ടികജാതിക്കാരനെ അങ്ങോട്ട് ഇല്ലാതാക്കാം. എന്നിട്ട് 4 മുറിച്ചിട്ടുള്ള ഒരു 3-2 ഭൂരിപക്ഷം ഉണ്ട് വിചാരിച്ചിട്ട് അങ്ങോട്ട് പറയന്നെ. ഞങ്ങൾ അങ്ങനെ ഒന്നും, ഞങ്ങൾക്കതിലൊന്നും പ്രശ്നമല്ല.